ആദം ഷാം എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ നല്ല രീതിയിൽ ഒരു കമന്റ്, ഒറ്റ വരി കമന്റാ, ഹിന്ദു മിത്തോളജി ഈസ് ടോട്ടൽ കൺഫ്യൂഷൻ. ഇത് എഴുതിയിരിക്കുന്നതാണ്, ഹിന്ദു മിത്തോളജി ഈസ് ടോട്ടൽ കൺഫ്യൂഷൻ. ദുരുദ്ദേശത്തോടു കൂടി എഴുതിയിരിക്കാൻ സാധ്യതയില്ല. ആഡം ഷായോട് പറയാനുള്ളത്, ദർ ഇസ് അബ്സൊല്യൂട്ട്ലി നോ കൺഫ്യൂഷൻ. നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് ആചാരമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹിന്ദുധർമ്മത്തിലെ അനാചാരങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കുക, ഒരു 10 ഉദാഹരണം. ദുരാചാരങ്ങളെക്കുറിച്ച് പഠിക്കുക, ഒരു 10 ഉദാഹരണം. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആചാരങ്ങൾ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങൾ, സർവചരാചരങ്ങളിൽ നന്മ കാണുന്നതിനുള്ള ആചാരങ്ങൾ, ഇങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാൽ ആഡം ഷാ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. നിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. ഒരു പുസ്തകം വെച്ചുകൊണ്ട് ഈ ലോകത്തിലെ മുഴുവനും അതിലുണ്ടെന്നും പറഞ്ഞ് തനി അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോഴാ ആയിരക്കണക്കിന് പുസ്തകമുള്ള ഒരു സംസ്കാരത്തെക്കുറിച്ച് ടോട്ടൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ ഇത് പഠിച്ചിട്ടില്ല, ഹിന്ദുക്കൾ ഇത് പഠിക്കണമെന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല. അത്യാവശ്യം വേണ്ടവർ വേണ്ടത് പഠിച്ചാൽ മതി. ആയുർവേദം പഠിക്കുന്നവരുണ്ട്, അത് അഥർവവേദത്തിൻ്റെ ഉപവേദമാണ്. സംഗീതം പഠിക്കുന്നവരുണ്ട്, അത് സാമവേദത്തിൻ്റെ ഉപവേദമാണ്. എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, അത് ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നവരുണ്ട്, സാമവേദത്തിൻ്റെ ഭാഗമാണത്. ഭാഷാശാസ്ത്രം പഠിക്കുന്നവരുണ്ട്, സാഹിത്യം പഠിക്കുന്നവരുണ്ട്, വ്യാകരണം പഠിക്കുന്നവരുണ്ട്, മീമാംസ പഠിക്കുന്നവരുണ്ട്, ചന്ദ്രശാസ്ത്രം പഠിക്കുന്നവരുണ്ട്, അത് വേദാംഗത്തിൻ്റെ ഭാഗമാണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്നവരുണ്ട്, ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അസ്ട്രോണമി പഠിക്കുന്നവരുണ്ട്, അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മെറ്റലർജി പഠിക്കുന്നവരുണ്ട്, ആയുർവേദത്തിൻ്റെ ഭാഗമാണ്. രത്ന സമുച്ചയം, കൽപ്പം, അതുപോലെ രസചികിത്സ ഒക്കെ മെറ്റലർജിക്കലാണ്. എന്തെല്ലാം ഫിലോസഫി പഠിക്കുന്നവരുണ്ട്, അത് ഷഡ് ദർശനങ്ങളുടെ ഭാഗമാണ്. അവനവന് ഇഷ്ടമുള്ളത് പഠിക്കാം. PhD വരെയോ DLit വരെയോ പഠിക്കാം. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ പുരാണങ്ങൾ എന്നുള്ളത് ഒരു ക്ലാസ്സാണ്, ഇതിഹാസങ്ങൾ എന്നുള്ളത് വേറൊരു ക്ലാസ്സാണ്, വേദങ്ങൾ എന്നുള്ളത് 4ാമത്തെ ക്ലാസ്സാണ്, ഉപനിഷത്തുക്കൾ എന്നുള്ളത് 4ാമത്തെ ക്ലാസ്. അപ്പോൾ പുരാണങ്ങൾ 1, ഇതിഹാസങ്ങൾ 2, വേദം 3, അതുപോലെ ഉപനിഷത്തുക്കൾ 4. എവിടെയാ കൺഫ്യൂഷൻ ഉള്ളത്? ഭാരതത്തിൻ്റെ മാപ്പ് നോക്കി മൊത്തം ഭാരതം കൺഫ്യൂഷനാണെന്ന് പറയുന്ന മാതിരിയല്ലേ ആഡം ഷാ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾ പറയുന്നതിനെ ഞാൻ കൗണ്ടർ ചെയ്യല്ല. ഒരു പുസ്തകവും വെച്ചോണ്ട്, ഒരച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും വെച്ചോണ്ട് അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പൊട്ടക്കിണത്തിൽ ഇരിക്കുന്ന ആള്, ആ പൊട്ടക്കിണറ്റിലെ തവള സമുദ്രം കാണുമ്പോൾ മൊത്തം കൺഫ്യൂഷനാണെന്ന് ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ തോന്നുകയാണെങ്കിൽ അതിന് കാരണമുണ്ട്. ഒന്ന് സമുദ്രത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കണം, സമുദ്രം എന്താണ്. സമാദ്രവതേ ആവഹ ഇതി സമുദ്രമല്ല, എക്കാലത്തും ഒരേ അളവിൽ വെള്ളമുള്ള പൊട്ടക്കിണറാവാത്ത ഒരു അനന്ത വിസ്തൃതിയുള്ള, ആരംഭവും അവസാനവും ഇല്ലാത്ത ഒന്നാണ്. ശരിക്കു പറഞ്ഞാൽ സനാതനമായ ഒന്നാണ് സമുദ്രവും ആകാശവും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ല. പുരാണ കഥകൾ പഠിക്കേണ്ടവർക്ക് അത് മാത്രം പഠിക്കാം, ഇതിഹാസ കഥകളും അനുഭവങ്ങളും ചേർത്ത് പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം, വേദത്തിലെ സന്ദേശങ്ങൾ മാത്രം പഠിക്കേണ്ടവരെന്നുള്ളവർക്ക് അത് പഠിക്കാം, ഉപനിഷത്തുക്കളിലെ തത്വശാസ്ത്രവും ജീവിത സത്യങ്ങളുമാണ് പഠിക്കേണ്ടതെന്നുള്ളവർക്ക് അത് പഠിക്കാം. ഇവിടെ എവിടെയാ കൺഫ്യൂഷൻ ഉള്ളത്? ഈശ്വര സങ്കല്പം, അമ്പലത്തെക്കുറിച്ച് മാത്രം പഠിച്ച് PhD എടുക്കണമെന്നവർക്ക് അത് ചെയ്യാം. അതുപോലെ അവതാരങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നുള്ളവർക്ക് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയൊക്കെ കുറിച്ച് പഠിക്കാം. ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം. ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്നവർക്ക് പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് പഠിക്കാം. അതുപോലെ പരബ്രഹ്മം, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ, പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. കൺഫ്യൂഷൻ ഇല്ല. ഇതൊന്നും കാണാത്ത ഒരു ചെറിയ കുട്ടി സമുദ്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എനിക്ക് സമുദ്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദു ധർമ്മം. പക്ഷേ ഒരു പുസ്തകം വെച്ചുകൊണ്ട് ഇതല്ലാതെ നീ മറ്റൊരു പുസ്തകം വായിക്കരുത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന യഹോവയെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത്, ഇതിൽ പറഞ്ഞ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നീ ജീവിച്ചാൽ നിന്റെ 4 തലമുറ ഞാൻ ദണ്ഡിപ്പിച്ച് കുത്തുവാള എടുപ്പിക്കും, വാളിലേക്ക് പോവേണ്ടവരെ വാളിലേക്ക്, രോഗത്തിലേക്ക് പോവേണ്ടവരെ ലോകത്തിലേക്ക്, തീയിലേക്ക് പോവേണ്ടവരെ തീയിലേക്ക്, മഹാനാശത്തിലേക്ക് പോവേണ്ടവരെ ഞാൻ അങ്ങോട്ട് അയക്കും, എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്ന
തനി തീവ്രവാദികളുടെ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് പഠിച്ചവർക്ക് മറ്റെല്ലാം കൺഫ്യൂഷൻ ആവാൻ എന്താ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദം ഷാജി, ഒരു കൺഫ്യൂഷനും ഹിന്ദു ധർമ്മത്തിലില്ല. പിന്നെ എല്ലാവരോടും ഇത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേദം പഠിക്കുന്നവർ 10,000-കണക്കിന് ആൾക്കാർ ഇപ്പം ഉണ്ട്, പണ്ടുണ്ടായിരുന്നില്ല. യാഗം നടത്തുന്ന 1000-കണക്കിന് ആൾക്കാരുണ്ട്, പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്ന 100-കണക്കിന് സന്യാസിമാരും 100-കണക്കിന് സ്ഥാപനങ്ങളും ഇപ്പോൾ ഉണ്ട്. അത് പഠിച്ചാൽ മതി. അത്രയുണ്ട്, ഒരു ജന്മം ഇരുന്ന് പഠിക്കാനുള്ള അത്രയുണ്ട്. ഇവിടെ കുറേ അധികമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കൺഫ്യൂഷൻ ആവുന്നില്ല. എൻ്റെ കയ്യിൽ 1 രൂപയാണ് ഉള്ളത് എന്ന് പറഞ്ഞ ഒരാൾ സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു. മറ്റേ ആൾ എൻ്റെ കയ്യിൽ 10,000 രൂപയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാ ശരി? 10,000 രൂപയുള്ളവൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുക, 1 രൂപയുള്ളവൻ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഇത് ഒന്ന് തിരിച്ചറിയാൻ ആഡം ഷായെ പോലെയുള്ളവർക്ക് സാധിക്കണം. ഡൊമിനിക്കിനെ പോലെയുള്ളവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ആഡം ഷായെ പോലെയുള്ളവർക്ക് മനസ്സിലായാൽ 10,000 രൂപയുള്ളവൻ അവൻ മോശക്കാരനും 1 രൂപ പോക്കറ്റിലുള്ളവൻ നല്ലവനുമാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ആഡം ഷാ, കൺഫ്യൂഷൻ ഉള്ളത് ഇവിടെയൊന്നുമല്ല, അവനവൻ്റെ മനസ്സിനകത്ത് അടഞ്ഞു കിടക്കുന്നൊരു വാതിലുണ്ട്. ആ വാതിൽ തുറന്ന് പുറം ലോകത്തിലേക്ക് നോക്കണം. അപ്പോഴാണ് കൺഫ്യൂഷൻ ഇല്ലാതെയാവുക. അകത്ത് മാത്രം നോക്കിയിരുന്നാൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് ഈ കൂച്ചുവിലങ്ങിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണം. ഒരു കുരിശ്, ദൈവത്തിനെ ആണിയടിച്ചു കൊന്നൊരു സാധനം കഴുത്തിലിട്ടുകൊണ്ടും അൾത്താരയിൽ വെച്ചുകൊണ്ടും ശവപ്പറമ്പിലിട്ടുകൊണ്ടും ഒക്കെ നടക്കുന്നത് തെറ്റാണെന്ന ബോധം ഉണ്ടാവണം. മഹാത്മാഗാന്ധിയെ ആരാധിക്കുന്നവർ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന തോക്ക് പൂജിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തണ്ടേ ആദം ഷായെ? ബാക്കിയുള്ള നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.